നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലോയ്ക്ക് 20,000 രൂപ വരെയും വില. രക്തചന്ദന കൃഷിക്ക് ഉയർന്ന ഡിമാൻഡ്. ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിൽ, വിശേഷിച്ച് ആന്ധ്രയിലും കടപ്പയിലും സമീപ പ്രദേശങ്ങളിലും ധാരാളം വളരുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഔഷധ സസ്യമാണ് രക്തചന്ദനം. കേരളത്തിലും ഇത് നന്നായി വളരുന്നു. ഫാബേസി എന്ന സസ്യ കുടുംബത്തിലെ അംഗമായ രക്തചന്ദനത്തിൻ്റെ ശാസ്ത്രീയ നാമം ടീറോകോർപ്പസ് സാൻഡോ ലൈനട്ട് എന്നാണ്. ആയുർവേദത്തിൽ ഇതിനെ രക്തചന്ദനം, രക്തസാരം, ശുദ്രചന്ദനം, ഹരിചന്ദനം എന്നീ പേരുകളിൽ പരാമർശിച്ചിരിക്കുന്നു. ചെറിയ വൃക്ഷമായി വളരുന്ന ഇതിൻ്റെ തൊലി ആഴത്തിൽ വെടിച്ച് കീറിയതായി കാണാം. ഇതിൻ്റെ കാതലാണ് ഔഷധയോഗ്യമായിട്ടുള്ളത്. രക്തപിത്ത രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കാനും വിഷം, ജ്വരം, വ്രണം, നേത്രരോഗങ്ങൾ, പ്രമേഹം ഇവയെ ശമിപ്പിക്കുന്നു. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കും. ചർമ്മത്തിൻ്റെ ആരോഗ്യവും കാന്തിയും വർദ്ധിപ്പിക്കാനും ഇതിന് സവിശേഷമായ കഴിവുണ്ട്. ഇതിലെ രാസഘടകങ്ങളിൽ സൻറ്റാലിൻ, എ, ബി എന്നീ ചുവന്ന നിറം നൽകുന്ന ഘടകങ്ങളുണ്ട്. കൂടാതെ ടർപ്പനോയിഡ്സ്, ഫ്ലവനോയിഡ്സ്, ടാനിൻ, ഫിനോളിക് സംയുക്തങ്ങൾ, സ്പോനിൻ, ഗ്ലൈക്കോസൈഡ്, സ്റ്റിറോയിഡ്സും അടങ്ങിയിരിക്കുന്നു. ഇവയെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് രോഗശമനത്തിനും സഹായിക്കുന്നു. ഗുളുച്ചാതി കഷായം, മഹാരാസ്നാദി കഷായം, അസ്നാദി കഷായം, സഹചരാതി തൈലം, കുങ്കുമാതി തൈലം ഇവയെല്ലാം രക്തചന്ദനം അടങ്ങിയിട്ടുള്ള ചില ഔഷധ യോഗങ്ങളാണ്. ഇതിൻ്റെ വളർച്ചാ ചക്രം 20 മുതൽ 25 വർഷങ്ങൾ വരെയാണ്. നന്നായി പരിപാലിക്കപ്പെട്ട രക്തചന്ദന മരങ്ങൾക്ക് കാതലിനുള്ള ഉയർന്ന വില കാരണം നല്ല ഡിമാൻഡുണ്ട്. നല്ല നീർവാർച്ചയുള്ള മണ്ണുള്ള ചൂടുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് നന്നായി വളരുന്നു. വിത്തുകൾ വഴിയോ ടിഷ്യൂ കൾച്ചർ വഴിയോ പ്രജനനം നടത്താം. നട്ടു പ്രാരംഭഘട്ടത്തിൽ പതിവായി നനവ് ആവശ്യമാണ്. വേരുകളിലെ രോഗങ്ങൾ തടയാൻ അമിത നന ഒഴിവാക്കണം. വലിയ പരിചരണം ആവശ്യമില്ലാത്ത ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പുതയിടുന്നത് ഈർപ്പം നിലനിർത്താനും കളകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇതൊരു സംരക്ഷിത വൃക്ഷമായതുകൊണ്ട് ഇതിൻ്റെ കൃഷി ആവശ്യത്തിനുള്ള നടിയിലും വിളവെടുക്കലും സംസ്ഥാന വനം വകുപ്പുമായോ കേന്ദ്ര സർക്കാരുമായോ ബന്ധപ്പെട്ടിട്ട് മാത്രമാകണം ചെയ്യേണ്ടത്. ഔഷധ ആവശ്യങ്ങൾക്ക് പുറമെ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും രക്തചന്ദനം ഉപയോഗിക്കാറുണ്ട്. കാതലിന് മൂപ്പ് കൂടുന്നതിനനുസരിച്ച് വില കൂടാറുണ്ട്. നല്ല കാതലിന് കിലോയ്ക്ക് 15,000 മുതൽ 20,000 രൂപ വരെ വില ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് കൃഷി ചെയ്യുന്നവർ വനം വകുപ്പുമായോ കേന്ദ്ര സർക്കാരുമായോ ബന്ധപ്പെട്ടിട്ട് മാത്രമാകണം ചെയ്യേണ്ടത്.